ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല പുതിയ വീഡിയോസൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും. നമ്മൾ പുറത്ത് പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളതൊക്കെ ഷൂട്ട് ചെയ്തിടുന്നതാണ്. ഇത് അലൈനാണ് ഞങ്ങളുടെ സ്ഥലം. നിങ്ങൾ അലൈൻ സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സാധാരണ നമ്മൾ വെണ്ടയ്ക്കകത്ത് നോർമലി നമ്മൾക്ക് പുഴുവിനെ കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ വെണ്ടയ്ക്കകത്ത് പുഴു കാണാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവർ മരുന്നടിക്കുന്നുണ്ടായിരിക്കും, എന്താണെന്നറിയില്ല. അങ്ങനെ വെണ്ടയ്ക്കായിൽ പുഴു ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ വാങ്ങിയിട്ട്. വളരെ റയറായിട്ട് പോലും കണ്ടിട്ടില്ല. ഇത് പക്ഷേ മരുന്നടിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ കാണാത്തതെന്ന് തോന്നുന്നു. നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ കേടാകാതെ ഇത് ഇരിക്കും. വെള്ളമയത്തോടെ കൂടി വെച്ചാൽ കേടായിപ്പോവും, അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വെക്കണത് ഇങ്ങനെ ഡ്രൈ ആയിട്ടാണെങ്കിൽ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിനകത്ത്. അതുപോലെ ഏതൊരു വെജിറ്റബിൾസ് ആയാലും നമ്മൾ സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. കരിയാപ്പിലൊക്കെ ആണെങ്കിലും ഞാൻ എത്ര നാൾ വേണമെങ്കിലും കരിയാപ്പില ഇരിക്കണ പോലെ വെക്കാറുണ്ട് ഇങ്ങനെ സീൽ ചെയ്ത്. അപ്പം പോകാറേ ഇല്ല. അത് ഒത്തിരി നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെയൊന്നും നല്ല ഫ്രഷ് നല്ലത് കിട്ടത്തില്ല, എല്ലാം മരുന്നടിച്ചതാണ്. നമ്മൾ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കണത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കരിയാപ്പില പൊടിയാക്കിയിട്ട് വെക്കാറുണ്ട്. അത് കഴുകി ഉണക്കിയിട്ട് നമ്മൾ കല്ലിലിട്ട് നമ്മുടെ ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത്. കരിയാപ്പില ഇങ്ങനെ പൊടിച്ച് വയ്ക്കുന്നുണ്ടോ, ഇങ്ങനെ പൊടിച്ച് വയ്ക്കും. നന്നായിട്ട് പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര നാൾ വേണേലും, ഒരു വർഷമല്ല, ഇത് എത്ര വർഷം വേണേലും ഇരിക്കും. നമ്മൾ സാധാരണ കറിക്കകത്ത് കരിയാപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് കളയുകയാണ് ചെയ്യാറ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കളയേണ്ടതായിട്ട് വരത്തില്ല. നമ്മളെ വയറ്റിൽ പൊക്കോളും. നമുക്ക് തലമുടി വളരാനും നല്ല ഷുഗർ കൊളസ്ട്രോളിനൊക്കെ കരിയാപ്പില നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ എടുത്ത് കളയുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് അത് പോകാതിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് യൂസ് ചെയ്താൽ കറിയിലത് ചേർന്നിട്ട് നമുക്കത് കഴിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ വയറ്റിൽ പൊക്കോളും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലൊരു ഐഡിയ ആണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പൊടിച്ച് വയ്ക്കുന്നത്. അത്ര നാളുകൊണ്ടിരിക്കും. പക്ഷേ അതിനകത്ത് വെള്ളമയം പറ്റാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കരിയാപ്പില യൂസ് ചെയ്യും. പിന്നെ കുറേ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സീൽ ചെയ്തിട്ടും വെക്കും. അപ്പം എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിലേക്ക് ഒരു സവാള അരിയാം. ഗൈസ്, 2 പച്ചമുളക് ഇടാം. ഇവിടുത്തെ പച്ചമുളകിന് നീളം കണ്ട, ഇത്ര നീളമാണ് ഇവിടുത്തെ പച്ചമുളകിന്. ഒരെണ്ണം ഇട്ടാൽ മതി. വെണ്ടയ്ക്ക മെഴുക്കോട്ട് ഇടാം. ഗൈസ്, തീ ഓണാക്കിയിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവട്ടെ. നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി, കരിയാപ്പില നമുക്ക് പൊടിച്ച് വെച്ച കരിയാപ്പില ചേർക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും യൂസ് ചെയ്യാറ്. മെഴുക്ക് വരട്ടിക്കകത്ത് നമ്മൾ തേങ്ങ ചേർക്കുമ്പം കൊത്തു തേങ്ങ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ കൊത്തു തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. മെഴുക്ക് വരട്ടിക്കകത്ത് സാധാരണ ആരും കടുക് ചേർക്കാറില്ല ഗൈസ്, ബട്ട് ഞാൻ ചേർക്കും ഗൈസ്. എനിക്ക് എല്ലാത്തിലും കടുക് ഇടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഗൈസ്, നമ്മുടെ കടുകൊക്കെ പൊട്ടുന്നുണ്ട്. ദേഹത്ത് തെറിക്കാതിരിക്കാൻ എന്താണ്ട് ഇങ്ങനെ ഒരു തട പിടിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മോന്തയ്ക്കൊക്കെ തെറിച്ച് പൊള്ളാൻ സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി മൊത്തം നമുക്കിനകത്തോട്ട് വാരി ഇട്ട് കൊടുക്കാം.
നോൺ സ്റ്റിക്ക് പാനിനകത്ത് ഇതാണ്ട് ഇങ്ങനത്തെ തവി ഇടാവുള്ളൂ. നമ്മുടെ മറ്റേ സ്പൂണൊക്കെ ഇട്ട് ഇളകി കഴിഞ്ഞാൽ ഇതൊക്കെ ഇളകി വരും. ഈ പാത്രം മേടിച്ചിട്ട് കുറേ നാളായി, പക്ഷേ ഇതുവരെ ഒന്നും ഇളകിയിട്ടില്ല. കാരണം ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. നമ്മുടെ ഹെൽത്തിനും അതാണ് നല്ലത്. നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്തുകൊണ്ട് ഹെൽത്തിനൊരു പ്രശ്നം വരത്തില്ല. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂൺ പോലെ ഇരിക്കും നമ്മുടെ ഹെൽത്തിന് പ്രശ്നം വരിക. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഇതാണ് നമ്മുടെ പൊടിച്ച് വെച്ച കരിയാപ്പില. വേണ്ടേ, ഇത് നമ്മളിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ വേണ്ട ഒരു ലേശം എടുത്തിട്ട് ചേർക്കുക. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് എടുത്ത് കളയേണ്ട ആവശ്യം വരത്തില്ല. ഇത് ഫുള്ള് നമ്മുടെ വയറ്റിൽ പൊക്കോളും. നമ്മുടെ തലമുടിക്കും കൊളസ്ട്രോളിനും ഒക്കെ വളരെ നല്ലതാണ് കരിയാപ്പില. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. കരിയാപ്പില പൊടിച്ചിട്ടിട്ടാണ് ഇങ്ങനെ ഒരു പച്ച കളറിലിരിക്കുന്നത്. സൗന്ദര്യം നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്, നമ്മുടെ ഹെൽത്താണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ കറിയുടെ ഭംഗിയല്ല നോക്കേണ്ടത്, നമ്മുടെ ഹെൽത്താണ് നോക്കേണ്ടത്. മറ്റേതല്ല, ഇതുവരെ എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്താൽ ഇതിങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്. എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് വാടിയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഡ്രൈ ആകാൻ വെക്കണം. ഇങ്ങനെ നമ്മൾ ഉപ്പ് ഇപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇപ്പോഴേ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേകാൻ കുറച്ച് സമയമെടുക്കും. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് കോക്കനട്ട് മിൽക്ക് പൗഡർ. ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പുള്ള ഇത് നമുക്ക് കിട്ടും. തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള എല്ലാ കറിക്കും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സൂപ്പറാണ്. അതുപോലെ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് പൊറോട്ട. മലബാർ പൊറോട്ട നമുക്കിവിടെ ഇങ്ങനെ കവറിൽ കിട്ടും. ഇത് സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഇതൊന്നും ഹെൽത്തിനത്ര നല്ലതൊന്നുമല്ല. എന്നാലും വല്ലപ്പോഴും ഒക്കെ വാങ്ങി ജസ്റ്റ് ചൂടാക്കിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് തട്ടിയിട്ട് ചിക്കൻ കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് കണ്ടോ ഗൈസ്, അടിപൊളി ഇടിയപ്പം. സൂപ്പറാണ് ഗൈസ്. ഇത് നമ്മൾ ചുമ്മാ ഒന്ന് ആവി കയറ്റുക, എന്നിട്ട് ഇറച്ചിക്കറിയോ മീൻ കറിയോ നമ്മുടെ കയ്യിൽ എന്ത് കറിയാവുള്ളത് കൂട്ടി കഴിക്കാൻ കഴിയും. സൂപ്പറാണ് ഗൈസ്. നമ്മുടെ മോദൻ കറി ഇവിടെ സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ വേകാനുണ്ട്. ഗൈസ് ഇത് കണ്ടോ, ഇതാണ് മൊമോസ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് ചിക്കൻ്റെയാണ്. വെജിറ്റബിൾസും കിട്ടും. ഇത് നമ്മൾ ഇതുപോലെ ആവി കയറ്റിയാൽ മാത്രം മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചട്നി വേണമെങ്കിലും കഴിക്കാം. ഞാൻ ദാണ്ട ഗൈസ് ഒരു ടൊമാറ്റോ ചട്നി മേടിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. കഴിച്ച് നോക്കിയിട്ട് അറിയാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതാ സംഗതി മേടിച്ചിട്ടുണ്ട്. ഈസി പീസിയാണ്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് എണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എണ്ണ അധികം യൂസ് ചെയ്യുന്നത് ഹെൽത്തിന് നല്ലതല്ല. എന്നാലും കരിഞ്ഞു പോകാതിരിക്കാൻ എണ്ണ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ.
ഒന്നും കൂടെ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ അളവ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിരിക്കുന്നു. ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഒട്ടും ഉടഞ്ഞു പോയിട്ടില്ല, അങ്ങനെ തന്നെയുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.